സുഗതകുമാരി ടീച്ചറിൽ മലയാളത്തിലെ ഒരു കാവ്യയുഗം അവസാനിച്ചു. നേരത്തെ സൂചിപ്പിച്ച പ്രകൃതിയോടൊപ്പം നിൽക്കുന്ന നമ്മുടെ സംസ്കൃതിയോടും അതിൻ്റെ ദർശനങ്ങളോടും ഒപ്പം മാനുഷികമായ എല്ലാത്തിനോടും പ്രതിസ്പന്ദിച്ച ഒരു മഹാകാവ്യ സംസ്കൃതിയാണ് സുഗതകുമാരി ടീച്ചറോടുകൂടി അവസാനിച്ചത്. ടീച്ചർ നമ്മളെപ്പോഴും വായിക്കാറുള്ള അന്നനടവൃത്തത്തിലൊക്കെ ടീച്ചർ എഴുതുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടീച്ചർ അതിപ്രശസ്തമായ വരികളുണ്ട്. നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമൊടു കെട്ടി എന്ന എഴുത്തച്ഛൻ്റെ അന്നനട വൃത്തത്തിലാണത് എഴുതിയിരിക്കുന്നത്. ആ കൃഷ്ണ പശ്ചാത്തലം ഉണ്ടായിട്ടും ടീച്ചർ എഴുതുമ്പോൾ ഇവൾക്കു മാത്രമായി കടലോളം കണ്ണീർ കുടിച്ചവൾ ചിങ്ങവെയിലൊളി പോലെ ചിരിപ്പവൾ ഉള്ളിൽ കൊടും തീയാളിടും ധരിത്രിയെപ്പോലെ തണുത്തിരുണ്ടവൾ. പഴിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പൂജിക്കാൻ പരക്കെ പുച്ഛിക്കാൻ പരിത്യജിക്കുവാൻ തുണയ്ക്ക് കൈകോർത്ത് നടക്കാൻ മക്കളെ പിടയ്ക്കും മാറത്ത് കിടത്തിപ്പൊറ്റുവാൻ ഇവൾക്ക് മാത്രമായൊരു ജന്മം, ഇവൾക്കു മാത്രമായൊരു ജന്മം. നെറ്റിത്തടത്തിലുണ്ടിവൾക്കൊരിറ്റു കുങ്കുമം. ഇവൾ ദൈവത്തിനും മുകളിൽ സ്നേഹത്തെ ഇരുത്തി പൂജിപ്പോൾ ഇവൾ കാലത്തിൻ്റെ കരങ്ങളിൽ മാത്രം സമാശ്വസിപ്പവൾ. ഇവൾക്കു മാത്രമായി ഒരു ഗാനം പാടാൻ എനിക്ക് ദുർബലം ഒരു മോഹം സഖി. ടീച്ചർ നിർവചിച്ചു. ഇവൾ ദൈവത്തിനും മുകളിൽ സ്നേഹത്തെ ഇരുത്തി പൂജിപ്പോൾ ഇവൾ കാലത്തിൻ്റെ കരങ്ങളിൽ മാത്രം സമാശ്വസിപ്പവൾ. ദൈവത്തിനും മുകളിൽ സ്നേഹത്തെ ഇരുത്തി പൂജിച്ചു. ഈ സ്നേഹമാണ് അഖിലസാരമെന്ന് പഠിപ്പിച്ചു. എഴുത്തച്ഛൻ തൊട്ടുള്ള അതിനു മുമ്പുള്ള രാമചരിതകാരനും നിരണം പണിക്കന്മാരും അനേകം നാടോടി കവികളും ഏതാണ്ട് ഒരു 10-18 നൂറ്റാണ്ടുകളായി സംഭരിച്ചു വെച്ച മലയാള കവിതയുടെ നാട്ടറിവ് നാനാർത്ഥങ്ങളെ, ദേശപുരുഷാർത്ഥങ്ങളെ, അർത്ഥാന്തരങ്ങളെ, സൗന്ദര്യമണ്ഡലങ്ങളെ, ദർശനങ്ങളെ, ഒപ്പം അതിൻ്റെ സ്ഥായി വിഷാദത്തെ. നേരത്തെ ഇത് വർമ്മ അർത്ഥപൂർണമായിട്ട് പറഞ്ഞു. പിള്ളസാറും പറഞ്ഞു ഈ വിഷാദമാണ് കവിത്വം. മറ്റുള്ളവരുടെ ദുഃഖത്തിലുള്ള അലിവ്, ആർദ്രത, ഹിംസക്കെതിരായ ഒരു ശബ്ദം. അരുതേ കാട്ടാള എന്നാണ് കവിത ആദ്യം ഉച്ചരിച്ചത്. ആദ്യ കവി കാട്ടാളനായിരുന്ന അയാളാണ്. പിന്നീട് കവി ആയപ്പോൾ ആ കാട്ടാളൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെ പോലെ മറ്റൊരു കാട്ടാളൻ താൻ പണ്ട് ചെയ്തിരുന്ന കർമ്മം ഭക്ഷണത്തിന് വേണ്ടി ഒരു കിളിയെ അമ്പെയ്തപ്പോൾ അരുതേ എന്ന് പറയേണ്ടി വരുന്നു. ഇതൊരു വലിയ പ്രശ്നമാണ്. അദ്ദേഹം കാട്ടാളനായിരുന്ന ആളാണ്. കവിയായപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതി സമാ യത് ക്രൗഞ്ച മിഥുനാദേകമവധി കാമമോഹിതം. ഇത് സമാക്ഷരപദ നിബദ്ധവും തന്ത്രീലയ സമന്വിതവുമായത് എന്തുകൊണ്ടാണെന്ന് കവി ആലോചിക്കുന്നുണ്ട്. കാട്ടാളൻ്റെ ഭാഷ പ്രാകൃതമാണ്. അദ്ദേഹം ഉച്ചരിച്ചത് സംസ്കൃതമാണ്. സംസ്കൃതത്തിൽ പറഞ്ഞാൽ കാട്ടാളിന് മനസ്സിലാകില്ല. കാട്ടാളിന് മനസ്സിലാവണമെന്ന് പറഞ്ഞിട്ടല്ല പറഞ്ഞത്. എനിക്ക് മനസ്സമാധാനം കിട്ടണമെന്ന് കരുതിയിട്ട് മാത്രമാണ്. കവികൾ അങ്ങനെയാണ് പറയുന്നത്. കാട്ടാളൻ കേസ് കൊടുത്താൽ കവി തോറ്റുപോകുന്ന കേസുമാണ്. അല്ലെ, കാട്ടാളൻ്റെ ഭക്ഷണത്തെയാണ് ഇയാൾ നിഷേധിച്ചത്. മാ മഹർഷ എന്ന് പറഞ്ഞിട്ട് പി ഭാസ്കരൻ പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് കുളിക്കാൻ വന്ന മാമുനിക്ക് വീട്ടിൽ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളും ഭാര്യയും അവർക്ക് വേണ്ടി ഭക്ഷണം തേടി വന്ന കാട്ടാളൻ്റെ വിശപ്പറിയില്ല. അതുകൊണ്ട് മാ മഹർഷേ എന്ന് തിരുത്തി പറയാവുന്നതാണ് സാമാന്യ വ്യവഹാരികൾക്ക്. കാട്ടാളനത് മനസ്സിലായിട്ടില്ല. എങ്കിലും ഇത് പറയലാണ് കവിധർമ്മം എന്നാണ് ടീച്ചർ അവസാനം. ഈ ഒരു ധർമ്മമാണ് ഭാരതീയ കാവ്യമീമാംസയും കാവ്യാദർശവും കാവ്യദർശനവും കവികളെ പഠിപ്പിച്ചത്. കൊല്ലരുതേ എന്ന് നിലവിളിക്കുക. ഈ നിലവിളിയാണ് ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ നിന്ന് മുഴങ്ങി കേട്ടത്. ടീച്ചർ മുഴുവൻ അത് കേട്ടത് അങ്ങനെയാണ്. പഞ്ചതത്വത്തിൽ വെച്ച് കാട്ടാളന്മാർ ആക്രമിച്ചപ്പോൾ ഒരു പ്രയോജനവും ഗാണ്ഡീവം കൊണ്ട് അർജുനനുണ്ടായില്ല. മെനക്കെട്ട് കൊല്ലിച്ച ജ്യേഷ്ഠൻ കർണൻ സ്വന്തം ജ്യേഷ്ഠനാണെന്നറിയുന്ന യുധിഷ്ഠിരാദികളുടെ വിഷാദയോഗം കുട്ടികൃഷ്ണമാരാര് തന്നെ പറഞ്ഞിട്ടുണ്ട്. നേശേ ബലസ്യേതി ചരേത് അധർമ്മം. വ്യാസൻ വ്യാഖ്യാനിച്ചാണ്. നേരത്തെ വ്യാസനെ കുറിച്ച് പറഞ്ഞല്ലോ.
അത് കുട്ടികൃഷ്ണന്മാരാർ വ്യാഖ്യാനിച്ചത് നേശേ ബലസ്യേതി ചരേദധർമ്മം, നീ ബലത്തിനാളല്ലെങ്കിൽ അധർമ്മം ചെയ്യരുത് എന്നാണ്. അപ്പോൾ അതിലൊരു വേറെ വ്യാഖ്യാനമുണ്ട്, ബലത്തിനാളാണെങ്കിൽ അധർമ്മം ചെയ്യാം, ബലമുണ്ടെങ്കിൽ. ഞാനൊരിക്കൽ സുകുമാർ അഴീക്കോട് സാറിനോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുട്ടികൃഷ്ണന്മാരാർ പറഞ്ഞാലും അത് തെറ്റാണ്, കാരണം അങ്ങനെ വ്യാഖ്യാനിക്കരുത് കവിത, തിരിച്ചു മുറിക്കണം. ന പ്ലസ് ഈശേ, എന്നിട്ട് നാ എടുത്ത് ദൂരാന്വയത്തിൽ ഇങ്ങോട്ട് വെക്കണം. ഈശേ ബലസ്യ ഇതി ന ചരേ തധർമ്മം, നേശേ ബലസ്യ ഇതി ന ചരേ തധർമ്മം, ബലമുണ്ടെങ്കിലും അധർമ്മം ചരിക്കരുത്. ഇത് അതിൻ്റെ ഒരു തെളിവാണ്. കൃഷ്ണമാരൻ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സൈന്ധവ രാജ്യത്ത് അശ്വമേധം നയിച്ച് അർജുനൻ ചെല്ലുമ്പോൾ അവിടെ ഭരിച്ചിരുന്നത് താൻ മെനക്കെട്ട് കൊല്ലിച്ച ഒരേ ഒരു അളിയൻ, അല്ലെ, സഹോദരി ഭർത്താവാണ്. 105 പേർക്ക് ആകെ ഒരു സഹോദരി ഭർത്താവേ ഉള്ളൂ, ഒരു സഹോദരിയേ ഉള്ളൂ. ആ ജയദ്രഥൻ്റെ മകനാണെന്ന് സൈന്ധവ രാജ്യം വാഴുന്നത്. അച്ഛനെ കൊന്ന അമ്മാവൻ വരുന്നു എന്ന് കേട്ട് ആ കുട്ടി പേടിച്ചു മരിച്ചുപോയി. അവിടെ ചെല്ലുമ്പോൾ പുറത്തിറങ്ങാൻ അവകാശം നിഷേധിക്കപ്പെട്ട വിധവയായ ദുശ്ശള തലവഴി മുണ്ടിട്ട് മൂടി നഗരപ്രവേശന കവാടത്തിൽ വന്ന് അർജുനനോട് പറയുന്നുണ്ട്, ജ്യേഷ്ഠ കൗന്ദേയ, എൻ്റെ ഭർത്താവിനെ നീ കൊന്നു, എനിക്കതിൽ പരാതിയില്ല, അയാൾ അധർമ്മിയായിരുന്നു. നീ വരുന്നു എന്ന് കേട്ട് പേടിച്ച് എൻ്റെ മകൻ മരിച്ചുപോയി, അതിലും എനിക്ക് പരാതിയില്ല, അവൻ ഭീരുവായിരുന്നു. പക്ഷേ എൻ്റെയും നിൻ്റെയും ഒരു പേരക്കുട്ടി, എൻ്റെ മകൻ്റെ കുട്ടി എൻ്റെ കയ്യിലിരിക്കുന്നു. ഇവനൊരു വയസ്സേ ആയിട്ടുള്ളൂ. ഇവൻ നാളെ ഭീരുവാകുമോ അധർമ്മിയാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് അരുതേ അരുതേ, ഈ കുഞ്ഞിനെ കൊല്ലരുതേ. 2 ഇതിഹാസങ്ങളിൽ നിന്ന് കേൾക്കുന്ന നിലവിളികൾ അരുതേ എന്നാണ്. ഒന്ന് പക്ഷിയെ കൊല്ലരുതേ എന്നാണ്, മറ്റൊന്ന് ഈ കുഞ്ഞിനെ കൊല്ലരുതേ എന്നാണ്. അവിടെ 1,00,000 ശ്ലോകം എഴുതിയ വ്യാസൻ 3 വരിയെ എഴുതിയിട്ടുള്ളൂ. ഏവം ബൃഹത്യം കരുണം ദുഷളായാം ധനഞ്ജയ സുസ്മൃത്യ ദേവീം ഗാന്ധാരിം ധൃതരാഷ്ട്രം ച പാർത്ഥിവം ഉവാച ദുഃഖശോകാർത്ത ക്ഷത്രധർമ്മം വിഗർഹയൻ. ക്ഷത്രിയനാകേണ്ടി വന്ന തൻ്റെ ജന്മത്തെ ശപിച്ചിട്ട് സഹോദരിയെ പലപാട് ആശ്വസിപ്പിച്ചു. ഈ വ്യഥയാണ് സുഗതകുമാരി ടീച്ചർ എന്നും പേറി നടന്നത്. ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുക്കൾ ഒക്കെ നമ്മൾ അവശേഷിപ്പിച്ച, നേരത്തെ പറഞ്ഞില്ലേ, 2 കൈകളും മുകളിലേക്ക് ഉയർത്തി ഊർധ്വബാഹുർ വിരൗമ്യേഷ എന്ന് നിലവിളിച്ച വ്യാസനെ പോലെ ഈ കൊടും ഹിംസകൾക്ക് നടുവിൽ നിന്ന് കവികൾ നിലവിളിക്കുകയാണ്. ആ നിലവിളിയായിരുന്നു ടീച്ചർ. ഞാൻ കാണുമ്പോഴൊക്കെ നിലവിളിക്കുകയാണ്, പരാതിപ്പെടുകയല്ല, പരിഭവിക്കുകയല്ല. ഇത് കാണാൻ വയ്യല്ലോ ലീലാകൃഷ്ണൻ, ഇത് സഹിക്കാൻ വയ്യല്ലോ. ഓരോ ദിവസവും പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ, വലിച്ചെറിയപ്പെട്ട അമ്മമാർ അഭയയിൽ വന്നു. ടീച്ചർ അത് കണ്ടുകൊണ്ടിരുന്നു. ഈ വേദനയാണ് കവിതകളിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. കാറിരമ്പുന്നു, കനത്ത മേഘം പൊട്ടി മാരിയും തീയും വരുന്നു, ദീനഹസ്തങ്ങൾ വാനിൻ നേർക്ക് നീട്ടി ഒരു മാമരം നിന്ന് കത്തുന്നു, നിനവിലെമ്മട്ടലിഞ്ഞിടുന്നീ ശോകവന്നി ഞാൻ ഏതുമറിവീല. എണ്ണമില്ലാതോളമുള്ള ജന്മങ്ങൾ ഈ കണ്ണീരിലൂടെ ഒലിച്ചെത്തി എങ്ങ് ചേരുന്നുവോ നീല സമുദ്രമേ, നിന്നെ ഞാൻ ഓർത്തിരിക്കുന്നു. ഈ മഴയും ഈ രാവും എൻ പ്രിയ തൊഴിയാം മീരതൻ ഗാനമാണല്ലോ. ഈ മുളം തണ്ടിൽ ഞാൻ മീട്ടുന്നതോ ഘനശ്യാമ നിൻ പ്രേമമാണല്ലോ. ഈ ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള അത്താണിയായി കൃഷ്ണസങ്കല്പത്തെ ടീച്ചർ ആശ്രയിച്ചു. കൃഷ്ണൻ ഒരു പരിപൂർണ പ്രേമാവതാരമാണ്. കൃഷ്ണൻ മോഷ്ടിച്ചാലും നമുക്ക് വിരോധമില്ല. കൃഷ്ണൻ ബാലസ്ത്രീകളുടെ തുണികൾ വാരിക്കൊണ്ട് അരയാലൻ കൊമ്പത്തിരുന്ന് കളിയാക്കിയാലും വിരോധമില്ല. ഉടുച്ചേല കിഴിവതും കണവനെ ഒക്കെ മറന്ന് ഓടി നടക്കുന്ന സ്ത്രീകൾ, ഗോപികമാർ ഈ വഴിവിട്ട് സഞ്ചരിക്കുമ്പോഴും ആരോടും ഒരാൾക്കും കൃഷ്ണനോട് വിരോധം തോന്നാത്തത് ഈ പരിപൂർണ പ്രേമം ഇതൊക്കെ കൂടി കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഈ സ്നേഹത്തെ, പ്രണയത്തെ നിർവചിക്കാനാണ് എല്ലാ കവികളും. ടീച്ചർ അത് മരണത്തോട് ചേർത്തു. നേരത്തെ പറഞ്ഞല്ലോ, ഈ എണ്ണമില്ലാതോളമുള്ള ജന്മങ്ങൾ കണ്ണീരിലൂടെ ഒലിച്ചെത്തി എങ്ങ് ചേരുന്നുവോ നീല സമുദ്രമേ. ഈ കൃഷ്ണാവതാര സങ്കല്പത്തിൻ്റെ നീല സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു പ്രണയം. പ്രണയം മരണമായി തീരുന്നു. പ്രണയത്തെയും മരണത്തെയും 2 ചിറകുകളുള്ള ഒറ്റ പക്ഷിയായി കാണാൻ മഹാകവികൾക്കേ സാധിച്ചിട്ടുള്ളൂ. ലോകത്തെ വലിയ കവികൾ പ്രണയത്തെയും മരണത്തെയും, പ്രണയം വെച്ചാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശരീരബദ്ധമായ രതിബദ്ധമായ പ്രണയമല്ല, അത് ആത്മീയമായൊരു പ്രബുദ്ധതയാണ്. കരുണയിൽ കുമാരനാശാൻ പ്രേമമേ നിൻ പേര് കേട്ടാൽ പേടിയാം വഴിപിഴച്ച കാമകിങ്കരന്മാർ ചെയ്യും
കടും കൈകളാൽ എന്ന് എഴുതുന്നുണ്ട്. പ്രേമമെന്ന് കേട്ടാൽ തന്നെ ഈ കാമകിങ്കരന്മാർ കാട്ടിക്കൂട്ടുന്ന കടുംകൈകൾ കൊണ്ട് പേടിയാണെന്ന് എഴുതിയ ആശാൻ അതിൽ വാസവദത്ത പലതവണ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടും സമയമായില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞ ഉപഗുപ്തൻ ആത്മീയ പ്രണയത്തിൻ്റെ വിശുദ്ധിയുമായിട്ട് വരുന്നത് നാൽപ്പാമരം അരിഞ്ഞിട്ടതുപോലെ വാസവദത്തെ അരിഞ്ഞിട്ടിരിക്കുന്ന ചുടുകാട്ടിലേക്കാണ്. അവിടെ ആശാൻ ഒരു വരി കൂടി എഴുതി വെച്ചു: അക്കിടപ്പിലും അവളാ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിയിടുന്നു തല രാഗവൈഭവം കണ്ടോ. ആ ശരീരം ഒന്നിനും ആവശ്യമില്ലാതായി തീർന്ന നിമിഷത്തിലും ആ യുവമുനിയെ, പ്രണയത്തെ വീക്ഷിക്കാനായി മുഖമുയർത്തി നോക്കുന്നു, തലയുയർത്തി നോക്കുന്നു. പ്രണയത്തിൻ്റെ വൈഭവം കണ്ടോ എന്ന് ആശാൻ എഴുതി വെക്കുന്നുണ്ട്. ഇത് ഈ ജീവിതപ്രേമം, ജീവിതാസക്തി എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ജീവിതപ്രേമം യഥാർത്ഥത്തിൽ മരണം തന്നെയാണ്, മരണത്തിൻ്റെ പര്യായമാണ്. ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും, ആകാശമായി ഈ കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി, ശോകാശങ്ക എഴാത്ത ശുദ്ധ സുഖവും ദുഃഖീകരിക്കുന്നതാം ഏകാന്താദ്വയ ശാന്തിഭൂവിന് നമസ്കാരം നമസ്കാരമേ. രണ്ട് നമസ്കാരം ഈ ചുടുകാടിനാണ്. തിരുനായനാർ കുറിച്ചിയുടെ കവിത നേരത്തെ എം വി പിള്ള ഉദ്ധരിച്ചില്ലേ? ഈ ഒരു സത്യബോധത്തിലേക്ക് ടീച്ചർ നടക്കുകയായിരുന്നു. ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ, ഒറ്റയ്ക്ക് നടക്കാൻ പഠിച്ചു, ഒറ്റയ്ക്ക് കരയാൻ പഠിച്ചു, ഒറ്റയ്ക്ക് വീണ് മരിക്കാൻ പഠിച്ചു ഞാൻ. എന്തൊരു ദീർഘദർശനമാണ്! ഒറ്റയ്ക്ക് വീണാണ് മരിച്ചത് കോവിഡിൽ. അവർ പറഞ്ഞു, എനിക്ക് പൂക്കൾ തരരുത്, ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഇത്തിരി സ്നേഹം തരൂ. ഈ സൂര്യകൃഷ്ണമൂർത്തി സാർ ജീവിച്ചിരുന്ന കാലത്ത് സ്നേഹം കൊടുത്ത ഒരാളാണ്. എം വി പിള്ള അങ്ങനത്തെ ഒരാളാണ്. നിങ്ങൾ പലരും അവർ ജീവിച്ചിരുന്നപ്പോൾ അവരെ സ്നേഹത്തോടെ അറിഞ്ഞു, അവർ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു ജീവിതമാണ് സുഗതകുമാരി ടീച്ചർ. ഇത് കവികളുടെ എല്ലാ കവികളുടെയും പ്രശ്നമാണ്. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഒരു കഥ പറയും, കവിതയെക്കുറിച്ചൊരു നാടോടി കഥയാണ്. ഒരു കൊല്ലനും കൊല്ലത്തെയും തമ്മിൽ തെറ്റി. കൊല്ലൻ മഹാദുഷ്ടനും ക്ഷിപ്രകോപിയുമാണ്. തെറ്റിയപ്പോൾ കൊല്ലൻ പറഞ്ഞു, ഇനി ഒരക്ഷരം മുണ്ടിയാൽ അറക്കും നിന്നെ ഞാൻ. വലിയൊരു കൊടുവാളെടുത്ത് മുമ്പിൽ വെച്ചു. അപ്പോൾ കൊല്ലത്തേക്ക് അറിയാം, ഇനി ഒരക്ഷരം വായിന്ന് വീണാൽ കൊടുവാള് കഴുത്തിൽ വീഴും, മിണ്ടാൻ വയ്യ. അപ്പോൾ പഴയ രീതിയിൽ ഇങ്ങനെ ഉല തിരിച്ച് കത്തിക്കുന്ന ഉലയാണ്. ഈ കത്തിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ കൗപീനം അറിയാതെ ഈ ഉലയിൽ ചെന്ന് വീണു. അപ്പോൾ അയാൾ ഇങ്ങനെ നിന്ന് തിരിക്കുകയല്ലേ, പിറകിലാണ് കൗപീനം കത്തിപ്പിടിക്കുന്നത്. അപ്പോൾ മുമ്പിലിരിക്കുന്ന കൊല്ലത്തേക്ക് കാണാം, കൊല്ലൻ്റെ കൗപീനം കത്തിപ്പിടിച്ച് കൊല്ലൻ മരിക്കാൻ പോവുകയാണ്. ഒരക്ഷരം മിണ്ടിയാൽ ആർക്കും. അപ്പോൾ കൊല്ലത്തി പാടിയതായിട്ടൊരു പാട്ട് പണ്ട് ഞങ്ങളുടെ നാട്ടിൽ പാടാറുണ്ടായിരുന്നു. കൊല്ലത്തിൻ്റെ ആലുമ കൊല്ലൻ്റെ കോണത്തിൻ്റെ ആലുമ തീപിടിച്ചല്ലോ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. പണ്ട് മുഴുവൻ വരെ എനിക്ക് ഓർമ്മയില്ല. ആ പാട്ട് കേട്ടപ്പോൾ ഇയാൾക്ക്, കവിത കേട്ടപ്പോൾ ഇയാൾക്ക് ഈ ആത്മദുരന്തം തിരിച്ചറിഞ്ഞു എന്നാണ് കഥ. ഇതേ കവി ചെയ്യുന്നുള്ളൂ. കൊല്ലരുത് എന്ന് നേരിട്ട് പറഞ്ഞാൽ കൊന്ന പാർട്ടിക്കാർക്ക് വിരോധം വരും, അല്ലേ? കൊല്ലപ്പെട്ടവരുടെ പാർട്ടിക്കാർക്ക് സ്നേഹം ഉണ്ടാവും. അപ്പോൾ നേരിട്ട് പറയാൻ പറ്റാത്തത് ഇങ്ങനെ പിടിക്കേണ്ട മൂക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. കവികൾ പലപ്പോഴും വക്രോക്തി ഉപയോഗിക്കുന്നത്. ഈ സത്യം നേരിട്ട് പറഞ്ഞാൽ ആളുകളത് ചെവിക്കൊള്ളില്ല. ചിലപ്പോൾ കവികൾ തന്നെ ആ കവിതയോടുകൂടി അവസാനിച്ചു എന്ന് വരും. ടീച്ചർ അങ്ങനെ ഈ നിലവിളികളാണ് തൻ്റെ കവിതകളിലുടനീളം. മുറ്റത്ത് കൊണ്ടുവയ്ക്കുകയാണ്, പിഴച്ചു പറ്റൊരു കുഞ്ഞിനെ കാത്തുകൊള്ളുക, ഇവൾക്ക് നാളെ ഒരു ജനകൻ വരുമോ, ഇവളെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും വരുമോ, പിഴച്ചു പറ്റൊരു കുട്ടിയെ ഇരുട്ടിൽ തിരുമുറ്റത്ത് കൊണ്ടുവയ്ക്കുകയാണ് ഞാൻ, പിഴച്ചു പറ്റൊരു കുഞ്ഞിനെ കാത്തുകൊള്ളുക. എത്ര പിഴപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ കുഞ്ഞുങ്ങളെയാണ് ടീച്ചർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആരുടെ പിഴ, ആരുടെ കുറ്റം? ആ കുറ്റങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ ആ അമ്മയുടെ മനസ്സ് സദാ സജ്ജമായിരുന്നു. അമ്മയുണ്ട് എന്ന കവിത, എത്രയോ കവിതകളുണ്ട്. അമ്മ വന്ന് നിലവിളിക്കുന്നത്, എന്തു നീ അർത്ഥിക്കുന്നു, കനിയാൻ മറന്നൊരീ വിണ്ടലത്തോടോ, ചൂടുവമിക്കും ശിലയോടോ, എന്തിലും കുലുങ്ങാത്ത കാലമാം മഹാശക്തി മണ്ഡലത്തോടോ, നിന്റെ ദുഃഖദേവതയോടോ. അവിടെ ടീച്ചർ പറയുന്നത് ദുഃഖദേവതയേ ഉള്ളൂ. കനിയാൻ മറന്ന വിണ്ടലമില്ല, എന്തിലും കുലുങ്ങാത്ത കാലമാം മഹാശക്തി മണ്ഡലമില്ല. കവിക്ക് ആശ്രയിക്കാൻ തൻ്റെ ദുഃഖദേവത മാത്രമേ ഉള്ളൂ. നല്ല മക്കളെ പെറ്റ വയറേ തണുക്കുള്ളൂ. ഒരു അമ്മയുടെ ശാപവും അനുഗ്രഹവും പോലെ ടീച്ചർ എഴുതിയിട്ടുണ്ട്, നല്ല മക്കളെ പെറ്റ വയറേ തണുക്കുള്ളൂ. തണുക്കാത്ത വയറുള്ള അനേകം മാതാക്കളുടെ ശബ്ദമാണ് ടീച്ചർ ഉച്ചരിച്ചത്. പക്ഷെ ടീച്ചർക്കൊരു ആശ്രയമായിട്ട് ടീച്ചർ ഈ കൃഷ്ണസങ്കല്പത്തെ ഏറ്റെടുത്തു. കാടാണ് കാട്ടിൽ കടമ്പിൻ്റെ ചോട്ടിൽ കാൽ തൂക്കിയിട്ടിരിപ്പാണ് രാധ, താഴെ പടിഞ്ഞിരുന്ന് ഏകാഗ്രനായതിൽ
കോലരക്കിൻ ചാറ് ചേർപ്പു കണ്ണൻ. ഈ കൃഷ്ണൻ നേരത്തെ പ്രഭാവർമ്മ ഇത് പറഞ്ഞു മറ്റൊരു കവിതയിൽ. കൃഷ്ണൻ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു? കൃഷ്ണൻ മരണമായും അഭയമായും ശാശ്വതമായ സ്നേഹമായും ലോകത്തെ മുഴുവൻ നീലിപ്പിക്കുന്ന ഘനശ്യാമ മഹാവിസ്മയമായും ടീച്ചറുടെ എത്രയെത്രയോ കവിതകളിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ച് പോകുമ്പോൾ ടീച്ചർ ഈ കൃഷ്ണനെ കണ്ടെടുക്കുന്നത് ഒരുപക്ഷെ പുരാണങ്ങളിൽ നിന്നല്ല, ഭാഗവതത്തിൽ നിന്ന് പോലും അല്ല. കേരളത്തിൻ്റെ മനസ്സിൽ ഒരു കൃഷ്ണസങ്കല്പമുണ്ട്. മഹാകവി കുട്ടമുത്തൻ്റെ ബാലഗോപാലം എന്നൊരു നാടകമുണ്ട്. ആ നാടകത്തിലെ ഉണ്ണി കൃഷ്ണനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആ ഉണ്ണിയെ വിളിക്കുമ്പോഴൊക്കെ വിളി കേൾക്കും. ആടുമയ്ക്കുന്ന കണ്ണേട്ടാ എന്ന് വിളിച്ചാൽ ഏട്ടൻ വിളി കേൾക്കുമെന്നാണ് പട്ടിണി കൊണ്ട് നരകിക്കുന്ന കാലത്ത് അമ്മ കുട്ടിയെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ദുരന്തം വരുമ്പോഴൊക്കെ ആടുമയ്ക്കുന്ന കണ്ണേട്ടാ, വനമാല അണിഞ്ഞ കണ്ണേട്ടാ എന്ന് വിളിച്ച് കാട്ടിൽ തൻ്റെ കൂടെ നടന്ന ആ ഏട്ടനാണ് ഗുരുവിൻ്റെ പിറന്നാളിന് ഒരു ചെറിയ കുടുക്കയിൽ നെയ്യ് കൊടുത്തയക്കുന്നത്. ഗുരുനാഥൻ നെയ്യ് എത്ര ഒഴിച്ചിട്ടും ആ അക്ഷയപാത്രത്തെ നെയ്യ് ഒഴിയുന്നില്ല. ഇതാര് തന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഏട്ടൻ തന്നു, എനിക്ക് ആ ഏട്ടനെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കാട്ടിൽ നിന്ന് ആ ശബ്ദം കേട്ടു, നിന്റെ ഗുരുവിനെ എന്നെ കാണാറായിട്ടില്ല. ഇതൊരു വലിയ സങ്കല്പമാണ്. ആ സ്നേഹത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇത് നാട്ടുകഥകളിലുണ്ടായിരുന്ന, ഞാൻ കുട്ടിക്കാലത്ത് കേട്ടൊരു പാട്ടുണ്ട്, എൻ്റെ മുത്തശ്ശി പാടി കേട്ടിരുന്നതാണ്. നീലക്കാർമുകിൽ വർണ്ണനം നേരം രാധ എന്നൊരു നാരിയുമായി നീളേ നീളേ വനത്തിൽ നടന്നും മോദമോടെ കളിച്ചു രസിച്ചും ആടിയും ചില രാഗങ്ങളുമായി പാടിയും ചില പൂക്കളിറുത്തും എന്നാലിങ്ങനെ കാട്ടിൽ നടപ്പാൻ എന്നാലേതും എഴുതല്ല കണ്ണ, വേഗമില്ല നടക്കുവാനെന്നാൽ വേണമെങ്കിലെടുത്തു കൊള്ളേണം. ചേല മെല്ലെ ചുരുട്ടിപ്പിടിച്ചു ചേലിൽ ചെന്നു കരേറുവാൻ നോക്കി, തോളിൽ തപ്പിപ്പിടിച്ചപ്പോൾ കണ്ടില്ല അയ്യയ്യോ ഇത് ചെയ്യല്ലേ കണ്ണ, കാട്ടിലൊന്നുണ്ടു മൂളുന്നു കണ്ണ, കേട്ടിട്ടേറ്റം ഭയമുണ്ടെനിക്ക്. കാട്ടാനാ കരടി പുലി ചെന്നായി കാട്ടൂപോത്ത് കരിമ്പുലിക്കൂട്ടം, കണ്ടാലെന്നെ പിടിച്ചവ തിന്നും അയ്യയ്യോ ഇതു ചെയ്യല്ലേ കണ്ണ. അങ്ങനെ പാട്ട് ഇവിടെ പ്രചാരത്തിലുണ്ടോ എന്നറിയില്ല. ഒരു പഴയ പാട്ടാണ്. വർഷങ്ങളായി തലമുറകൾ ഈ ഒരു ആശ്രയമായി നിൽക്കുന്ന, ഒരു അഭയമായി നിൽക്കുന്ന കൃഷ്ണസങ്കല്പം ടീച്ചർ ഈ നാട്ട് പാരമ്പര്യത്തിൽ നിന്നാണ്. കവിത അങ്ങനെയാണ് ഇതൊക്കെ എടുക്കുന്നത്. ഗണക കവി ഇല്ലെങ്കിൽ എഴുത്തച്ഛനില്ല എന്ന് പറയാറുണ്ട് സാധാരണ. ചന്ദനത്തണലുടെ മന്ദമാരുതമേറ്റ് ഇന്ദീശ പാടി വരും സുന്ദരി കിളിപ്പെണ്ണേത്. ഗണക കവി എന്ന് വേണ്ടത്ര അറിയപ്പെടാതെ പോയ ഒരു പൂർവ്വകവിയുടെ പാരമ്പര്യത്തിൽ നിന്നാണ്. രാമചരിതകാരനും നിരണം പണിക്കന്മാരും മാധവ പണിക്കരടക്കമുള്ള നിരണം പണിക്കന്മാർ, കണശം പണിക്കന്മാരെന്നറിയപ്പെടുന്ന നിരണം പണിക്കന്മാരും ഒക്കെ എടുത്ത് ഉപയോഗിച്ച അതേ കാവ്യ പാരമ്പര്യത്തിലാണ് എഴുത്തച്ഛനും നാണിയപ്പെട്ടു പോകുന്നത്. പക്ഷെ എഴുത്തച്ഛൻ അതിനെ ഈ പറയുന്നത് പോലെ തൻ്റെ കാലത്തെ ദുഃഖത്തിന് പരിഹാരമായിട്ട് ഉപയോഗിക്കുകയാണ്. ജാതി നാമാദികൾക്കല്ല ഗുണഗണമെന്ന് 16-ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ പറയുന്നത്. ജാതിയും നാമവുമല്ല ഗുണഗണങ്ങൾക്ക് അടിസ്ഥാനം, മനുഷ്യത്വം മാത്രമാണ് ഗുണഗണങ്ങൾക്ക് അടിസ്ഥാനം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. ഈ മത്സരാദ്യം വെടിഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ സാധിക്കുമോ? കവിത അന്വേഷിച്ച പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സും ഓർക്ക നീ വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഈ ഭോഗങ്ങളിൽ ആണ്ടുമുഴുകി പരസ്പരം മത്സരിച്ച് കലഹിച്ച് കൊന്ന് കൊല വിളിച്ച് പരസ്പരം മുട്ടിയും പൊട്ടിയും തകർന്നും ഇടിഞ്ഞും
വീണ് പൊടിഞ്ഞും ഒക്കെ ഒരു മനുഷ്യവംശം മുന്നേറിപ്പോകുമ്പോൾ അതിന് നടുക്ക് നിന്നുകൊണ്ട് അരുതേ കൊല്ലരുതേ എന്ന് നിലവിളിക്കാനും, ഇതാ ആശ്രമ മൃഗം കൊല്ല്, ഇത് കക്കാടിൻ്റെ ഒരു കവിതയാണ്. ആശ്രമ മൃഗത്തെ പോലും കൊല്ലുന്ന ഒരു സമൂഹത്തിൻ്റെ നടുക്ക് നിന്ന് സ്നേഹിക്കേ എന്ന് വിളിച്ചു പറയാനുമാണ് കവിത എക്കാലത്തും മെനക്കെട്ട് പോന്നിട്ടുള്ള ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് എഴുത്തച്ഛൻ പറയുന്നു. നിങ്ങൾ കവിതയുടെ ചരിത്രം എടുത്തു നോക്കൂ. എഴുത്തച്ഛൻ്റെ കാലത്തും അതിനുശേഷം പൂന്താനം കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ. ഈ മത്സരം നമ്മെ എവിടെ കൊണ്ടെത്തിക്കും? മുണ്ടകോപനിഷത്തിൽ 2 പക്ഷികളുടെ കഥ പറയുന്നുണ്ട്. സുവർണ സയുജ സഖായാം സമാനം വൃക്ഷം പരിശ്വാസജാതേ. ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ 2 പക്ഷികളിരിക്കുന്നു. മുകളിലെ പക്ഷി പ്രപഞ്ചമഹിമാവിൻ്റെ നിറന്ന വെളിച്ചത്തിൽ ഉത്ഥാനപാതനായി അന്നപാനീയ ആഹാര നിഹാര നിദ്രാ മൈഥുനാദികളൊക്കെ വെടിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുകയാണ്. മറ്റേ കിളി കണ്ടതൊക്കെ കൊത്തി തിന്നും. ഒരു മധുരഫലം പൂജിക്കുമ്പോൾ അയ്യോ എന്തൊരു സന്തോഷമാണ് ഈ വാഴുവിന്, എന്ത് ആനന്ദമാണ് ഈ വാഴുവ് എന്ന് പറയുന്നു. അടുത്ത നിമിഷം ഒരു കഴിക്കുന്ന ഫലം കൊത്തുമ്പോൾ അയ്യയ്യേ ഈ ജീവിതം എന്തൊരു കയ്പാണ്, കണ്ടില്ലേ ആ പക്ഷിക്ക് കയ്പുമില്ല മധുരവും ഇല്ല, അവൻ എത്ര ഭാഗ്യവാൻ എന്ന് വിചാരിക്കുന്നു. അടുത്ത നിമിഷം ഒരു മധുരഫലം കൊത്തുമ്പോൾ വീണ്ടും അത് മറക്കുന്നു. പിന്നെ ചവർക്കുന്ന ഫലം കൊത്തുമ്പോൾ വീണ്ടും ആ കിളിയെ ഓർക്കുന്നു. അങ്ങനെ വ്യവഹാരികളായ മനുഷ്യർക്ക് ഈ ജീവിത നാടകത്തിൽ ആടിക്കളിക്കാൻ പറ്റൂ. അങ്ങനെ ആടിക്കളിക്കുമ്പോഴും അവസാനം ആ പക്ഷി നീ തന്നെയാണ് എന്നറിയാൻ സാധിക്കുന്ന ഒരു ആത്മീയ വിവേകം കവിതയ്ക്കുണ്ടാക്കാൻ പറ്റും. കവിതയുടെ ആത്മീയത മതങ്ങളോ ജാതിയോ വർഗങ്ങളോ പഠിപ്പിക്കുന്ന ആത്മീയതയല്ല, കവിതയിൽ മാത്രം ഉദ്ഭൂതമാകുന്ന ഒരു ആത്മീയതയാണ്. ആ ആത്മീയത സ്നേഹത്തിൻ്റെ ആത്മീയതയാണ്. ഒരു പക്ഷേ അതിന് ഉപനിഷത്തുക്കളോളം പഴക്കമുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളിലും അതിന് വേരാഴങ്ങളുണ്ട്. ഈശാവാസ്യമിദം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തെക്തേന ഭുഞ്ചീഥ മാ ഗൃധ കസ്യസിദ്ധനം. ഈശാവാസ്യോപനിഷത്താണ്. ഈ കാണപ്പെട്ടതിൽ മുഴുവൻ ഈശം ഉണ്ട് എന്നാണ്. മനുഷ്യരിലും ജീവജാലങ്ങളിലും മാത്രമല്ല. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. ഈ ജഗത്ത് എന്തുകൊണ്ടൊക്കെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ മുഴുവൻ ഈശമുണ്ട്. അതുകൊണ്ട് ത്യജിച്ചുകൊണ്ട് മാത്രമേ ഭുജിക്കാവൂ. തെക്തേന ഭുഞ്ചീഥ. അത് ഇന്ത്യ കണ്ടുപിടിച്ചൊരു അത്ഭുതമാണ്. ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. വിരക്തത രതി എന്ന് പറയും. എല്ലാം ആകണ്ഠം ആസ്വദിച്ച് ജീവിക്കുമ്പോഴും ഇതൊന്നും എൻ്റേതല്ല, അഗ്നയെ ഇതം ന മമ, ഇതെൻ്റേതല്ല എന്നൊരു ബോധത്തോടു കൂടി ഭോഗം വിധികൃതം വർദ്ധിക്കുകയും വേണ്ട എന്ന് എഴുത്തച്ഛൻ പറയുന്ന അവിടെയാണ്. ഈ ഒരു ബോധത്തിലേക്ക് കവിത നമ്മളെ സഞ്ചരിപ്പിക്കുന്നുണ്ട്. കവിതയ്ക്ക് ഒരു വലിയ ആത്മീയ പദം ഉണ്ട്. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഈ അപരത്വമില്ല. നിങ്ങളെന്നും ഞാനെന്നും രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അഹം ബ്രഹ്മാസ്മി തത് ത്വം അസി, അയം ആത്മാ ബ്രഹ്മ. ഇതൊക്കെ ഉപനിഷത്തിൻ്റെ അദ്വൈതത്തിൻ്റെ പടികളാണ്. അതിൽ അദ്വൈതകാരനും ആവർത്തിച്ച് പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മ, ശുദ്ധമായ അറിവാണ്, ബോധമാണ് ഈശ്വരൻ. ഒരുപക്ഷെ ഭാരതത്തിൽ മാത്രമേ അങ്ങനെ ഒരു ഈശ്വര സങ്കല്പം ഉണ്ടായിട്ടുള്ളൂ. ശുദ്ധമായ അറിവാണ് ഈശ്വരൻ. ആ ഈശ്വരത്വത്തിലേക്കാണ് ഒരുപക്ഷെ കൃഷ്ണനിലൂടെ സുഗതകുമാരി ടീച്ചർ സഞ്ചരിച്ചത്. നമ്മുടെ അക്കിത്തം ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. നാരായണ പ്രഭു അല്ലാതില്ല ആശ്രയം, നാവുള്ള മാനവർക്കെല്ലാം. ഈശ്വരസങ്കല്പമാണ്. നാരായണ പ്രഭു അല്ലാതില്ല ആശ്രയം, നാവുള്ള മാനവർക്കെല്ലാം. നാരായണ പ്രഭുവിനുമില്ല ആശ്രയം, നാവുള്ള നമ്മളല്ലാതെ. ഈ പരസ്പരാശ്രിതത്വമാണ് ഈശ്വരീയതയും ജൈവികതയും തമ്മിൽ ബന്ധം. ഈ ജൈവികതയിലാണ് ദൈവികത ഉള്ളത്, അല്ലെങ്കിൽ ദൈവികതയിലാണ് ജൈവികതയുള്ളത്. അത് വ്യാഖ്യാനിക്കുകയാണ് ഇതപര്യന്തമുള്ള കവിതകളൊക്കെ ചെയ്തു പോന്നിട്ടുള്ളത്. അതിൽ അവസാനം നാണിയപ്പെട്ട് നിൽക്കുന്ന കവിയാണ് മറ്റുള്ളവരോടുള്ള സ്നേഹത്താൽ, ജീവജാലങ്ങളോടുള്ള സ്നേഹത്താൽ, പ്രകൃതിയോടുള്ള സ്നേഹത്താൽ ബഹിഷ്കൃതരോട്, നിന്ദിതരോട്, അനാഥരോട്, ദുഃഖിതരോട്, ആലംബഹീനരോട്, ഏകാകികളോട്, ദരിദ്രരോട്, തള്ളിമാറ്റപ്പെട്ടവരോട്, പുതിയ വാക്കിൽ പറഞ്ഞാൽ പുറമ്പോക്കിലേക്ക് പ്രാന്തവൽക്കരിക്കപ്പെട്ടവരോട് ഉണ്ടാകുന്ന അലിവിൽ നിന്നാണ് കവിത ഉണ്ടാകുന്നത്. അല്ലാതെ ആത്മരതി കവിതയാകുകയില്ല, ആത്മ അഹന്തയും കവിതയാകുകയില്ല. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാൻ എന്ന ഭാവമത് തോന്നായിക വേണമിഹ. തോന്നുന്നതാകിൽ
അഖിലം ഞാനിതെന്ന വഴി തോന്നണം. ഈ അഖിലവും ഞാനാണ്. ഇതൊരു അദ്വൈത ഭാവമാണ്. ഇത് ആരും പഠിപ്പിച്ചതല്ല. അതാണ് ഇന്ത്യയിലെ ഫോക്ലോർ പാരമ്പര്യത്തിൽ വരെയുണ്ട്. ഞാൻ ഈ മലമ്പട്ടം പണ്ടാരന്മാരുടെ ഒരു പണ്ടാരപ്പാട്ട് കേട്ടു. അതിങ്ങനെയാണ്: നമശിവായം എപ്പടി ഞാനും നീയും എപ്പടി, നമശിവായം എപ്പടി ഞാനും നീയും അപ്പടി. അഹം ബ്രഹ്മാസ്മി തത്വമസി തന്നെയാണ് നമശിവായം. ഈശ്വരൻ എപ്പടിയാണ്, ഞാനും നീയും എപ്പടിയാണ്, അപ്പടിയാണ് അല്ലേ? അഹം ബ്രഹ്മാസ്മി തത്വമസി. ഇതൊന്നും തത്വമസി പഠിപ്പിച്ചിട്ടില്ല. അതൊരു സംസ്കൃതിയുടെ വേരാഴങ്ങളിൽ നിന്ന് കവിതകളായി പടർന്നു പോന്നതാണ്. ഏത് നാട്ടുകവിതയിലും അതുണ്ട്, ദേശപുരുഷാർത്ഥങ്ങളിലുണ്ട്, നാട്ടറിവ് നാനാർത്ഥങ്ങളിലുണ്ട്. എത്രയോ നാട്ടുപാട്ടുകളിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ഈ നാട്ടുപാട്ടുകൾ ശേഖരിക്കാൻ പോയ കാലത്ത് കുന്നത്തു നിന്നതാ ചൂട്ടാണുന്നു കുഞ്ഞമ്പൂൻ്റച്ഛനോ മറ്റാരാനോ എന്നൊരു പാട്ടോടെ പാടി കേൾക്കാറുണ്ട്. അതിന് ഒപ്പം തന്നെ മുണ്ടകൻ പാടത്തെ നാഥൻ കുഞ്ഞേ മുണ്ടകൻ കൊയ്യുമ്പോൾ എവിടെയിരിക്കും, അച്ഛൻ മടിമേലെ ഞാനിരിക്കും, അച്ഛൻ മരിക്കുമ്പോൾ എവിടെയിരിക്കും, അമ്മ മടിമേലെ ചാഞ്ഞിരിക്കും, അമ്മ മരിക്കുമ്പോൾ എവിടെയിരിക്കും, ഏട്ടൻ മടിമേലെ ഞാനിരിക്കും, ഏട്ടൻ മരിക്കുമ്പോൾ എവിടെയിരിക്കും, ചേച്ചി മടിമേൽ ചിരിച്ചിരിക്കും, ചേച്ചി മരിക്കുമ്പോൾ എവിടെയിരിക്കും, എൻ്റെ വിധി പോലെ ഞാൻ കഴിയും അല്ലേ? നമുക്കങ്ങനെ ആത്യന്തികമായിട്ടൊരു അഭയവും ഇല്ല. എന്നാലൊരു അഭയത്തെ നമ്മൾ സങ്കല്പിക്കുന്നു. അത് ഏട്ടനാണ്, ചേച്ചിയാണ്, മാതാപിതാ, ഗുരു, ദൈവം ഒക്കെയാണ്. പക്ഷെ എങ്കിലും ആത്യന്തികമായി ഏകാകിയും ആത്മാവിൽ ദുഃഖിതനും ദുഃഖിതയുമായ മനുഷ്യാത്മാവിൻ്റെ വേദനയോട് കാവ്യഭാഷയിൽ സംവദിക്കുകയാണ്. ഇത് കവികൾ എന്നും ചെയ്തു പോകുന്നൊരു ജോലിയാണ്. ആ ജോലിയുടെ അറ്റത്താണ് സുഗതകുമാരി ടീച്ചർ. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ കവിത എഴുതാൻ താളം വേണ്ട, കവിത എഴുതാൻ ദർശനം വേണ്ട, എന്തും കവിതയാകുന്ന ഒരു കാലത്താണ്. ഞങ്ങളതൊന്നും വിമർശിക്കുന്നില്ല, അങ്ങനെ വിമർശിക്കാൻ പാടില്ല. എല്ലാവരും കവികളാകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നേരത്തെ പ്രഭാവർമ്മ പറഞ്ഞതുപോലെ ചായ തരൂ, കാപ്പി തരൂ, ബീഡി തരൂ എന്ന് പറഞ്ഞാൽ കവിത ആവും എന്ന് പറയാൻ പറ്റില്ല. ഒരു ഡീവിയേഷൻ ഫ്രം ദ നോം, ഈ നോർമലായ ഭാഷയിൽ നിന്ന് ഇതേ ഭാഷ ഉപയോഗിച്ചൊരു ഡീവിയേഷൻ ഉണ്ടാക്കാൻ സാധിക്കുമ്പോഴേ കവിത ഉണ്ടാകുന്നുള്ളൂ. ആ കവിത ഒരു പക്ഷേ ദർശനത്തിലെ ഡീവിയേഷൻ ആവാം, ആ കവിത ഒരു പക്ഷേ ഭാഷയിലെ ഡീവിയേഷൻ ആവാം, ആ കവിത ഒരു പക്ഷേ സൗന്ദര്യ ചിന്തയിലെ ഡീവിയേഷൻ ആവാം. ഇത് ചെറിയ കവികൾ പോലും ചെയ്തിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ് ഒരൊറ്റ വരി കവിതയിൽ എഴുതിയിട്ടുണ്ട്: ആരുടെ തോന്നലാണീ ഞാൻ. ഈ ആത്മ അന്വേഷണത്തെക്കുറിച്ച് ഇതിലും കവിഞ്ഞൊരു ദർശനം എന്താ ഉള്ളത്? ആരുടെ തോന്നലാണീ ഞാൻ. ഒരു സെൻബുദ്ധ കഥയിൽ പറയും, ഒരു സെൻബുദ്ധ ഭിക്ഷു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു പൂമ്പാറ്റയെ കണ്ടു. ഉണർന്നിട്ട് അയാൾ വിചാരിക്കുകയാണ്, എൻ്റെ സ്വപ്നത്തിലാണോ പൂമ്പാറ്റ വന്നത്, അതോ പൂമ്പാറ്റയുടെ സ്വപ്നത്തിലാണോ ഞാനുണ്ടായിരുന്നത്? ഇതൊരു പ്രശ്നമല്ലേ? ഈ മായാജീവിതത്തിൽ നമ്മൾ ആരുടെ സ്വപ്നത്തിലാണ്, അല്ലെങ്കിൽ ഈ ജീവിതം സത്യമാണോ? ഈ ഒരു സങ്കീർണത മനുഷ്യ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ദർശനങ്ങളായിട്ടൊക്കെ വലിയ കൃതികൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ദർശനങ്ങൾക്കപ്പുറത്തേക്ക് എന്താണ് സനാതത്വം? ഒരുപക്ഷെ കാൾ മാർക്സിനെ പോലെ ഒരു കവി ഏറ്റവും ആഴത്തിൽ പറഞ്ഞ ഒരേ ഒരു വാചകം ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അത്രയേ ഉള്ളൂ. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. ഒരുപക്ഷെ കാൾ മാർക്സിനെ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല നമ്മളിപ്പോഴും. കാൾ മാർക്സിൻ്റെ എക്കണോമിക്കൽ ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് അതിൽ പറയുന്നുള്ള ഒരു വാചകം, ആകാശത്ത് പറക്കുന്ന പക്ഷി മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമാണെന്നറിയാനുള്ള വർഗവിവേകം വേണമെന്നാണ്. ആകാശത്ത് പറക്കുന്ന പക്ഷി മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമാണെന്നറിയാനുള്ള വർഗവിവേകം. അത് ഒരു കൃതിയായിട്ട് വന്നിട്ടില്ല. എക്കണോമിക്കൽ ആൻഡ് ഒരു ഫിലോസഫിക്കൽ സ്ക്രിപ്റ്റ്സ്, എക്കണോമിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ സ്ക്രിപ്റ്റ്സ്. ഈ സ്ക്രിപ്റ്റുകളിൽ കവി ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, അവനവന് വേണ്ടി എഴുതിയതാണ്. സുഗതകുമാരി ടീച്ചറുടെ പാരമ്പര്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഈ താള പാരമ്പര്യത്തെ ഇത്ര നമ്മൾ നിഷ്കരണം ഉപേക്ഷിച്ചത് എത്ര ക്രൂരമാണ്. മലയാളം പോലെ ഇത്രയും സമ്പന്നമായൊരു താള സംസ്കാരമുള്ളൊരു നാട് വേറെ എവിടെയാണ് ഉള്ളത്? ചെണ്ട പോലൊരു താളം ഇവിടെയല്ലേ ഉള്ളത്? ഈ ഇത്തിരി വട്ടം പോന്ന ചെണ്ടയുടെ ഇടംതലയിൽ
8 അക്ഷരം 16 ആക്കാനും, 16 അക്ഷരം 32 ആക്കാനും, 32 അക്ഷരം 64 ആക്കാനും, 64 അക്ഷരം 128 ആക്കാനും, 128 256 ആക്കാനും ഒരു മിടുക്കനായ ചെണ്ടക്കാരന് ഒരു മാത്രം മതി. അത്ര വേഗത്തിൽ കൊട്ടാവുന്ന ചെണ്ട, പഞ്ചവാദ്യം പോലൊരു അത്ഭുത സിംഫണി. നിങ്ങൾ പഞ്ചവാദ്യം കേട്ടിട്ടുണ്ടായിരിക്കും തോന്നുന്നു. ഞങ്ങളുടെ പ്രദേശത്താണ് പഞ്ചവാദ്യം കൂടുതലുള്ളത്. ഈ താളവാദ്യങ്ങൾ കൊണ്ടൊരു സിംഫണി ഉണ്ടാക്കുകയാണ്. എവിടുന്നൊക്കെയോ വന്ന ആളുകൾ ഒരു പൂരപ്പറമ്പിൽ ഒന്നിച്ചു നിന്ന് ഈ മേളപ്രമാണി കണ്ണ് കാണിച്ചാൽ ആ കണ്ണിൻ്റെ നോട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ താളം കൂട്ടി കൊഴുപ്പിച്ച് കൂർപ്പിച്ച് കൊട്ടി കൊണ്ടുപോകുന്ന പഞ്ചവാദ്യം. ഫിൽഹാർമോണിക് ഓർക്കസ്ട്ര നയിക്കാൻ സുബിൻ മേത്ത കഷ്ടപ്പെടുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ട്. വടി പിടിച്ചാൽ എന്തൊക്കെ കാണിക്കും, എന്നിട്ടും താളം തെറ്റുന്നുണ്ട്. പക്ഷേ ഒരു നോട്ടം കൊണ്ട് താളം കൊണ്ടുവരാൻ പറ്റിയിരുന്നു. ഈ ഒരു സംസ്കൃതി, താളം നിബിഡമായ ഒരു സംസ്കൃതി നമുക്കുണ്ട്. അലകളുടെ താളം, മലകളുടെ താളം, പുഴകളുടെ താളം, കായൽപ്പരപ്പുകളുടെ താളം, അനവധി താളനിബദ്ധമായ ജീവിതക്രമങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് താളം തെറ്റിക്കാൻ കഴിഞ്ഞ 50 വർഷം കൊണ്ട് കവിതയ്ക്ക് സാധിച്ചതിലാണ് എനിക്കൊക്കെ വലിയ സങ്കടം. ഈ താളം തെറ്റിക്കുന്നത് വഴി ജീവിതത്തിൻ്റെ താളം കൂടിയാണ് ഈ പൊതുകവിത തെറ്റിച്ചിരിക്കുന്നത്. പൊതുകവികൾ കേട്ടാൽ എന്നെ ഒരുപക്ഷെ നാട് കടത്തും. പക്ഷെ എങ്കിലും ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്നൊരു മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ പ്രഭാവർമ്മ ഒരൊറ്റ കുട്ടി താളത്തിൽ കവിത എഴുതിയിട്ടില്ല. താളം അവർക്ക് അപരിചിതമാണ്. ദണ്ഡകങ്ങൾ പോലെ പ്രഭാവർമ്മയുടെ ശ്യാമമാധവം എന്ന കൃതി നിങ്ങൾ വായിച്ചാൽ അതിൽ സംസ്കൃത വൃത്തങ്ങൾ മുഴുവനുണ്ടെന്ന് പറയാം. ദണ്ഡകങ്ങളൊക്കെ അതിമനോഹരമായിട്ടാണ് കൃഷ്ണകഥ പറയാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ONV സാർ ഉപയോഗിച്ച താളങ്ങൾ. അതുപോലെയാണ് സുഗതകുമാരി ടീച്ചറുടെ കവിതയിലെ താളങ്ങൾ. കാളിയമർദ്ദനത്തിലെ സങ്കീർണമായ താളം നമ്മുടെ വൃത്തശാസ്ത്രത്തോട് ബന്ധപ്പെട്ടതേ അല്ല, അത് വേറൊരു രീതിയിലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. കാളിയമർദ്ദനത്തിൻ്റെ താളം കുതിച്ചു പായും. അതിങ്ങനെ ചൊല്ലിക്കേട്ടാൽ കാളിയമർദ്ദനം നടക്കുന്നതായിട്ട് അനുഭവപ്പെടും. എൻ്റെ വഴിയിലെ ചുമടിനും എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി, എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി. അതിനു മുമ്പുള്ള ഒരു താളവൃത്ത രീതിയല്ല, ഒരു സവിശേഷമായ രീതി ഉണ്ടാക്കുകയാണ്. അങ്ങനെ കവികൾ ഒരു മലയാള വൃത്തങ്ങളെന്നോ ദ്രാവിഡ വൃത്തങ്ങളെന്നോ പറയുന്ന വൃത്തങ്ങളൊക്കെ തന്നെ ഈ സ്വാതന്ത്ര്യമുള്ളവയായിരുന്നു. നമ്മളിതൊന്നും ആരെയും പഠിപ്പിക്കുന്നില്ല. ഞാൻ പറയാറുണ്ട്, ഈ മഞ്ചരി വൃത്തമൊന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കേണ്ടതില്ല. ശ്ലഥ കാകളി വൃത്തത്തിൽ 2ാം പാദത്തിൽ അന്ത്യമാം 2 അക്ഷരം കുറച്ചിടിൽ അത് മഞ്ചരിയായിടും. ഈ മഞ്ചരി പഠിക്കാൻ നമ്മൾ എന്തൊക്കെ പഠിക്കണം? ശ്ലഥ കാകളി വൃത്തം പഠിക്കണം, പിന്നെ ശ്ലഥ കാകളി വൃത്തം പഠിക്കണം, പിന്നെ അതിൻ്റെ 2ാം പദം തരംഗത്തിൽ അന്ത്യമായ 2 അക്ഷരം കുറയ്ക്കണം. ഇത് കൃഷ്ണഗാഥയുടെ കഥയിൽ പറയുന്നുണ്ടല്ലോ, രാജ്ഞി രാജാവിനെ ചതുരംഗത്തിൻ്റെ കരുനീക്കം പഠിപ്പിക്കാൻ വേണ്ടി പാടിക്കൊടുത്ത താരാട്ടുപാട്ടാണ്. താരാട്ടുപാട്ടെന്ന വ്യാജേന ഉന്തുന്ത് 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 ഉന്തുന്തുന്തുന്തുന്താളേയുന്ത് ഇങ്ങനെ പഠിപ്പിച്ചാൽ മഞ്ചരി പഠിക്കാം. ആരീരം രാരീരം 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 രാരീരാരം അത് മഞ്ചരിയായിടും. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ബാലനോട് ഒരിക്കൽ ഞങ്ങളുടെ മലയാളം മാഷ് മഞ്ചരിയുടെ ലക്ഷണം പറഞ്ഞപ്പോൾ ഒട്ടും പഠിക്കാത്ത ആളാണ് ബാലൻ ഒരു സംശയമില്ലാണ്ട് എഴുന്നേറ്റെന്ന് പറഞ്ഞു, അത് മഞ്ചരിയായിടും. ഏതാണെന്ന് മാഷ് കണ്ടുപിടിച്ച അത് മഞ്ചരിയായിടും, അതും മഞ്ചരിയായിടും അല്ലേ? മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ. അങ്ങനെ മഞ്ചരി കേട്ടിട്ടുണ്ടോ? ആ മഞ്ചരി അങ്ങനെയല്ല നമ്മൾ കേട്ടത്. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. ONV സാറാ അല്ലേ? ഇങ്ങനെ വിടർത്താൻ പറ്റുന്ന നമ്മുടെ ഭാഷ, നമ്മുടെ കവിതയുടെ വൃത്തങ്ങളൊക്കെ തന്നെ എങ്ങനെയും വിടർത്താം. ഇത് കേട്ടാൽ അപരിചിതമായി തോന്നും. എത്രയോ മഞ്ചരി പല രീതിയിൽ ചൊല്ലിക്കേട്ടിട്ടുണ്ട്. മഞ്ചരി തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ കാലങ്ങളോളം പഠിപ്പിക്കാവുന്ന സാധ്യത. ഞാൻ ഈ കളകാഞ്ചി പദന്നമപി കരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്ക് വാൽമേൽ ശൗര്യമാകുന്നു വയമതിന് ചെടുതി വസനേന വാൽവേഷ്ടിച്ച് വന്നി കൊളുത്തിപ്പുരത്തിലെല്ലാടവും. ഒരിടത്തൊക്കെ അവരജനും അഖില കപികുലബലവുമായും മുതിർന്നാശു വരൂവതിന്നില്ലൊരു സംശയം സുധ സഹജ സഹിജ സുധ സഹജ സജീവ സഹജം ദശഗ്രീവനെ. ഇത് ചൊല്ലണമെങ്കിൽ തന്നെ നാക്കുളുക്കും. ഇങ്ങനെ ഒരു വൃത്തം എവിടുന്നാണ് എഴുത്തച്ഛൻ കണ്ടുപിടിച്ചത്? വെറുതെ അന്വേഷിക്കുമ്പോൾ ഈ നിങ്ങൾ പഞ്ചവാദ്യത്തിൻ്റെ വായ്ത്താരി നോക്കിയാൽ മതി.
തക തകിട 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 ഇങ്ങനെ ആവർത്തിക്കുക ഈ വായ്ത്താരി. തക തകിട തക തകിട അതനമപി കരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർത്തു വാൽമേൽ ശൗര്യമാകും തക തകിട തക തകിട. ഇതിൻ്റെ ഒരു താളമാണ് ഈ വൃത്തത്തിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മുടെ വൃത്തങ്ങളെയൊക്കെ ഇവർ നിർവചിച്ചെടുത്തത്, അവർ ഉപയോഗിച്ചത്. ആരാവിൽ നിന്നോടു ഞാനോതിയ രഹസ്യങ്ങൾ ആരോടും അരുളരുതാരോമലേ നീ. മച്ചാട്ടിളയതിൻ്റെ ഒരു കൈകൊട്ടി കളിപ്പാട്ടാണ് ഈ കവിതയായിട്ട് ചങ്ങമ്പുഴ മാറ്റുന്നത്. ചങ്ങമ്പുഴയുടെ നാട്ടുചൊൽവഴികൾ തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവണി പുൽപ്പടർപ്പും കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞു പോം ചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരശത സസ്യവിതാനിതമാം പല പല താഴ്വര തോപ്പുകളും പവിഴക്കതിർക്കൂല ചാർത്തണിഞ്ഞ പരിചഴും നെൽപ്പാട വീഥികളും ഇടയൻ്റെ പാട്ടിൽ അലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും ഇവയെല്ലാം വെറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. അവിടം ഒരൈശ്വര്യ ദേവത തൻ അനഘദേവാലയമായിരുന്നു. അങ്ങനെ നിന്നിട്ട് വേണമെങ്കിൽ മുഴുവൻ രമണനും ചൊല്ലാം. ഇത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ ചൊല്ലിക്കളിപ്പിച്ചാൽ ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു താള സംസ്കൃതിയുടെ ആനന്ദം നിങ്ങൾക്ക് മറ്റൊന്നു കൊടുത്താലും കേൾപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികളെ, എൻ്റെ പേരക്കുട്ടിയെ മോളുടെ മോളെ ഞാൻ ഈ പാട്ടൊക്കെ കവിത പാടിയുടെ ചൊല്ലി കേൾപ്പിച്ചിരുന്നു. അവൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ തന്നെ ഈ കവിത ചൊല്ലി അവൾ അതിൽ ശ്രദ്ധിക്കും. ഇത് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു ആനന്ദമാണ്. ഒരു പണച്ചെലവില്ലാതെ നമുക്ക് ചെയ്യാവുന്ന ആനന്ദം. മുലപ്പാലിൻ്റെ മധുരം പോലെ നമ്മുടെ മാതാവ് കൈരളി പണ്ടൊരു പൊന്മണി പൈതലായി വാണകാലം യാതൊരു ചിന്തയുമില്ലാതെ കേവലം ചേതസി തോന്നിയ മാതിരിയിൽ പാടിയിരുന്ന പഴങ്കഥ പാട്ടുകൾ പാൽക്കുഴമ്പല്ലോ ചെകിട്ടിനെന്നു വള്ളത്തോൾ എഴുതിയതാ. ഈ ഒരു പാൽക്കുഴമ്പ് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ എനിക്കിപ്പോൾ ഒരു സങ്കടമാണ്. ഞാൻ പ്രഭാകരനോടൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇത് ആര് കാത്തു സൂക്ഷിക്കും? കൊത്തങ്ങിട്ട് കൊയ്യാലിങ്ങിട്ട് കൊത്തിങ്ങിട്ട് കൊയ്യാലങ്ങിട്ട് എന്ന ഈ തെങ്ങ് കയറ്റക്കാരുടെ വായ്ത്താരിയാണ് തൻ്റെ കവിതയ്ക്ക് താളത്തിന് ആധാരമെന്ന് ONV സാറ് പറഞ്ഞിട്ടുണ്ട്. പടിക്കിലക്കണ്ടം കൊയ്യണ നേരം പാലക്കാട്ട് പഠിക്കണ തമ്പ്രാൻ മനക്കിൽ വന്നേ കൊയ്ത്ത് കാണാൻ. ഇതാരെഴുതിയാന്ന് പറയാൻ പറ്റുമോ നമുക്ക്? മഹാകവി അക്കിത്തം എഴുതിയൊരു വലിയ കവിതയിലെ വരികളായി ഈ പഠിക്കലക്കണ്ട. ഇതൊരു നാട്ടുമൊഴിയിൽ നിന്നുണ്ടായി വന്നതാണ്. ഇതേ നേരത്തെ പറഞ്ഞ ഈ തളിരും മലരും എന്ന അതേ ഈണത്തിൽ നമുക്ക് മറ്റൊരു മീറ്ററിലുള്ള പന്തളം കപ്പിയുടെ കവിതയല്ല. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. ഇത് വേറൊരു മീറ്ററിലാണ് പന്തളം കപ്പി എഴുതിയിരിക്കുന്നത്. ചങ്ങമ്പുഴ തന്നെ മറ്റൊരു മീറ്ററിലുള്ള കവിതയല്ല. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കത്തിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. ഇങ്ങനൊരു വലിയ സമ്പത്ത് ചൊല്ലുകയാണെങ്കിൽ എണ്ണമറ്റ ചൊൽവഴികൾ മലയാളത്തിനുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഒരു പക്ഷേ തിരുവാതിര കാലമാണ്, തിരുവാതിര കഴിഞ്ഞില്ലല്ലോ അല്ലേ? തിരുവാതിരയുടെ സമയമാണ്. തിരുവാതിരയ്ക്ക് പാടുന്ന ഒരു തനി നാടൻ പാട്ടുണ്ടായിരുന്നു. ശ്രീഭുവനം നാടുതോറും നാടു നല്ല ദേശം കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു കുറത്തി വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചോരുത്തി
തൻ ഭക്തനായ നൽകുറവൻ വേട്ടുകൊണ്ടവളെ. ഏകചക്രനെന്നുള്ളൊരു ബാലനും പിറന്നു. അന്നൊരു നാളക്കുറവൻ അക്കുറത്തി തന്നെ ഭംഗിയിൽ വിളിച്ചരികിൽ ചേർത്തു നിർത്തി ചൊല്ലി. വീടുപൊക്കിയിരുന്നു കൊണ്ടാൽ പാപകർമ്മമേറും. ഊരു ചുറ്റി സഞ്ചരിച്ചാൽ പാപകർമ്മം തീരും. ഒറ്റ മീറ്ററാ ഇത്, പല തരത്തിൽ ചൊല്ലാം. ഇതേ മീറ്ററിൽ എത്രയോ മാപ്പിളപ്പാട്ടുകൾ മലബാറിലുണ്ടായിട്ടുണ്ട്. കുറത്തി ഞാനും ഒന്നു പെറ്റാൽ 10 പെറ്റ മേനി, ഫാത്തിമാബി 10 പെറ്റാൽ 1 പെറ്റ മേനി. ഇങ്ങനെ എല്ലാം ഇത് ചൊല്ലുന്നതുകൊണ്ടാ. താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അത് ചൊല്ലുന്ന രീതി വേറെ ആയത്, ചൊല്ലുന്ന രീതി അല്ലല്ലോ. ചിച്ചിലെന്നും ചിലച്ചിലെന്നും കാൽപദത്തിൻ്റോശ, ഓശ കേട്ടി മാമലിയാർ പിന്തിരിഞ്ഞു നോക്കി. അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് കേട്ടാൽ യാതൊരു ബന്ധവുമില്ല. ചിച്ചിലെന്നും ചിലച്ചിലെന്നും കാൽപദത്തിൻ്റോശ, ഓശ കേട്ടി മാമലിയാർ പിന്തിരിഞ്ഞ് നോക്കി. യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു മെലഡി ആയിട്ടാണ്. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. അങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ടോ? പൊന്നരിവാളം പിള്ളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. ഇതിങ്ങനെ അന്വേഷിച്ചു പോയാൽ നൂറ്റാണ്ടുകൾ കൊണ്ട് കേരളീയ കാവ്യ താള വഴക്കങ്ങളിലുണ്ടായ അത്ഭുതകരമായ സാൽമ്യം ഒന്നായിരിക്കെ തന്നെ പലതാവുകയും പലതായിരിക്കെ തന്നെ ഒന്നാവുകയും ചെയ്യുന്നു. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കൂമുട്ടില്ലതാനും. ഏതോ കാലത്ത് പേരറിയാത്ത കവി എഴുതി വെച്ച കേരള ദേശീയഗാനം പിന്നീട് സഹോദരൻ അയ്യപ്പൻ അത് പുതുക്കിയെങ്കിലും ആ പാട്ടിൻ്റെ അതേ ഈണത്തിലാണ്. കാലിത്തൊഴുത്തിൽ പിറന്നൊരീശൻ, ഏഴയ്ക്കുനാഥനാമേശുദേവൻ. മറ്റന്നാൾ ക്രിസ്മസ് അല്ലേ, ഈ കരോൾ പാടുന്നൊരു പാട്ടാണ്. മോയിൻകുട്ടി വൈദ്യർ എഴുതിയിട്ടുണ്ട്. പൂമക്കളാണ് ഹുസുനുൽ ജമാൽ, പുന്നാരെ താളം മിക്കന്തേ ബീവി, ഹേമങ്ങൾ മീതെ മണിച്ചിത്തീരം, ആഭരണക്കോവയണിന്റെ ബീവി. ഇതിങ്ങനെ ചൊല്ലാവുന്നതാ. പൂമക്കളാണ് ഹുസുനുൽ ജമാൽ, പുന്നാരെ താളം മികന്തേ ബീവി, ഹേമങ്ങൾ മീതെ മണിച്ചിത്തീരം, ആഭരണക്കോവേ അണിന്ത ബീവി. പ്രശസ്തമായ എല്ലാ പടക്കം പാട്ടുകളും. കോലത്തിരിനാട് തുളുവർ നാട്, കോട്ടയം കടത്തുവൈ നാടുവാണ്, നാടും നടുപ്പന്തിൽ പേരുള്ളോലേ, പേരും പെരുമയിൽ പാട്ടുണ്ടല്ലോ. പല നൂറ്റാണ്ടിലാണ് ഈ പാട്ടുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പുതിയ സിനിമ പാട്ടിൽ വരുമ്പോൾ പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂ പോലഴകുള്ളോരായിരുന്നു. ഇത് കാലങ്ങളെ ബന്ധിപ്പിക്കുന്ന താളത്തിൻ്റെ ഒരു വഴക്കമാണ് നമ്മളൊരു 30 കൊല്ലം കൊണ്ട് പരിപൂർണമായിട്ട് ഇല്ലാതാക്കിയത്. അതിൽ അവസാനത്തെ കവിയാണ് സുഗതകുമാരി. സുഗതകുമാരി ടീച്ചർ ഒരു കവിതയും താളമില്ലാതെയോ വൃത്തമില്ലാതെയോ എഴുതിയിട്ടില്ല. വെറും വൃത്തനിഷ്ഠമല്ല, പലപ്പോഴും കാളിയമർദ്ദനത്തിൻ്റെ വൃത്തം നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. സ്വന്തം ഒരു മീറ്റർ ഉണ്ടാക്കുകയാണ്. പല കവികളും ചെയ്തിട്ടുണ്ട്. കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ പല കവിതകളും സ്വന്തം മീറ്ററാണ്. കുറത്തേക്കൊന്നും നമ്മൾ പരമ്പരാഗതമായൊരു പാട്ടുവൃത്തമല്ല. കടമ്മനിട്ട രാമകൃഷ്ണൻ, ഡി വിനയേന്ദ്രൻ, എഴുത്തച്ഛൻ തന്നെ എത്രയോ മീറ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ താളങ്ങളെ ഉപയോഗപ്പെടുത്തിയ ഒരാൾ. എത്രയോ കുംഭതാളം, മർമ്മതാളം ഒക്കെ പോലുള്ള
എത്രയോ വ്യത്യസ്തങ്ങളായ താളങ്ങൾ എഴുതി. മറ്റൊരാൾ ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴ എത്രയോ താളങ്ങളെ നമുക്ക് തന്നു. പിന്നീട് നമുക്കത് സിനിമാ പാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. സിനിമാ പാട്ടിൽ വ്യത്യസ്തങ്ങളായ താളങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ചു ആളുകൾ. ഇപ്പോൾ വർമ്മയൊക്കെ എഴുതിയ പാട്ടുകൾ ഇപ്പോൾ ചൊല്ലുമ്പോൾ വർമ്മയുടെ കവിതയൊക്കെ മനോഹരമാണ്. മുല്ല പൂത്തു നാം കാൺമതില്ലെങ്കിലും എന്നാണ് വർമ്മയുടെ കവിത, അല്ലേ? ആ കവിതയല്ല, അത് കേൾക്കുമ്പോൾ അത് ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ ഒരു വേള നിന്നേർക്ക് നീട്ടില്ല എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു നിന്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി പറയൂ നീ പറയൂ. പ്രഭാവർമ്മ എഴുതിയൊരു പാട്ടാണ് കേട്ടോ. അത് പാട്ടല്ല വാസ്തവത്തിൽ. മുല്ലപ്പൂത്തു നാം കാണുന്നതില്ലെങ്കിലും എന്നൊരു കവിതയിൽ നിന്ന് അടർത്തിയെടുത്തൊരു വരിയുടെ സംയോഗം മറ്റൊന്നാവുകയാണ് പല പാട്ടുകളുടെയും. എന്നിട്ട് സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളുമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ എന്ന് പാടിയാൽ നിങ്ങൾക്ക് സ്വർണ്ണച്ചാമരത്തിൻ്റെ ഇത് കിട്ടില്ലല്ലോ. ഇത് വേറൊരു രീതിയിലേക്ക് പാട്ടുകൾ നമ്മളെ പരിവർത്തനപ്പെടുത്തി. പലപ്പോഴും വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാമെണ്ണ തേച്ചരയിൽ ഒറ്റമുണ്ടുമായി തിണ്ണമേലമരുമന്നതാങ്കി മുക്കണ്ണനേകി മിഴികൾക്കൊരു ഉത്സവം. മഹാകവി വള്ളത്തോളുടെ വരികളാണ്. ഈ വരികൾ നിങ്ങൾ വായിച്ചിട്ടേ ഉണ്ടാവില്ല, പലരും ഈ കവിത കേട്ടിട്ടില്ല. പക്ഷേ 50 വർഷമായി വയലാർ മരിച്ചിട്ട്. 47 കൊല്ലം മാത്രം ജീവിച്ച വയലാർ മരിച്ച 50 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി 500 കൊല്ലം ജീവിക്കും. അദ്ദേഹം അത് പാട്ടിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. വെണ്ണ തോൽക്കും ഉടലിൽ വെണ്ണത്തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ രാഗിണി മനോഹാരിണി രാത്രി രാത്രി വിടരും നീ അനുരാഗ പുഷ്പിണി വെണ്ണത്തോൽക്കും ഉടലോടെ. ചങ്ങമ്പുഴ ഈ പാട്ട് ജീവിക്കുന്നുണ്ട്. വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാ വെണ്ണ തേച്ച് അരയിലൊറ്റ മുണ്ടുമായി. അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ അണിവൈര കമ്മലിട്ട പെണ്ണേ ആടിവാ തുള്ളിയോടിവാ ആടി മാസ പുലരി പെണ്ണേ. ഇനി വിഷയം മാറിപ്പോകും. ഞാൻ കവിതയിൽ നിന്ന് പാട്ടിലേക്ക് വന്നത് പാട്ടിൽ നിന്നാണ് കവിത ഉണ്ടായത്. രാമചരിതകാരൻ രാമകഥ പാട്ടാണ് എഴുതിയത്. എഴുത്തച്ഛൻ കിളിപ്പാട്ടാണ് എഴുതിയത്. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പാട്ടാണ് എഴുതിയത്. പൂന്താനം പാനപ്പാട്ടാണ് എഴുതിയത്. മോയിൻകുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ടാണ് എഴുതിയത്. പാട്ട് പുരോഗമിച്ചിട്ടാണ് കാവ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചത്. അത് വളർന്നതാണ് നമ്മുടെ പാട്ടുകൾ. ചലച്ചിത്ര ഗാനങ്ങൾ ഒരു ഗവേഷണവും വയലാറിനെ കുറിച്ചോ പി ഭാസ്കരനെ കുറിച്ചോ ONV കുറിച്ചോ പാട്ടുകൾ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ ആരെങ്കിലും എഴുതി വെച്ചത് പകർത്തി എഴുതുക മാത്രമാണ്. കോടാനുകോടി രൂപയാണ് യൂണിവേഴ്സിറ്റികൾ ഗവേഷണത്തിൽ ചെലവാക്കുന്നത്. ആരെങ്കിലും എഴുതി വെച്ച ഗ്രന്ഥം പകർത്താതെ ഒരു ഗവേഷകനും ഡോക്ടറേറ്റ് കിട്ടില്ല. ഗ്രന്ഥം 3 പകർത്തിയിടിൽ മുഹൂർത്തം മൂത്രമാവാനുള്ള സാധ്യത നിലനിൽക്കെ ഈ ഗവേഷണ പ്രബന്ധങ്ങൾ ഇത്ര കോടി ഉറുപ്പ്യ ചെലവ് ചെയ്തിട്ട് എന്താണ് നമുക്ക് തന്നത് എന്ന് ചോദിക്കേണ്ടതല്ലേ? ഇത് എവിടെയെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ? നമ്മുടെ പാട്ടുകളിലുള്ള ഞാൻ ചിലപ്പോഴും കാളിദാസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സ്ഥിതാക്ഷണം പക്ഷ്മസു താടിദാധര പയോധരേൽശ്വേത നിപാത ചൂർണിത വലീഷു തസ്യാസ്ഖലിത പ്രപേതിരേ ചിരേണനാഭിം പ്രഥമോദ ബിന്ദവ. ആദ്യത്തെ മഴത്തുള്ളി പാർവതിയുടെ കൺപീലിയിൽ തങ്ങി അവിടെ നിന്ന് താഴേക്ക് വന്ന് പുക്കിൾക്കുഴി ഒരു തടാകമാക്കി തീർത്തതാണ്. ഇത് വളരെ മനോഹരമായ കാളിദാസൻ്റെ ഒരു ശ്ലോകമാണ്. ഇതൊരു സിനിമ പാട്ടിലേക്ക്, സാധാരണ സിനിമയിലൊരു വരിയിലേക്ക് വയലാർ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കൺപീലികളിൽ തങ്ങി സ്ഥിതാ ക്ഷണം പക്ഷ്മസു. അതിൻ്റെ നേരെ പരിഭാഷയാണ്. കൺപീലികളിൽ തങ്ങി. ഓരോ വരിയും കവിളിലെ കമലക്കൂമ്പുകൾ നുള്ളി മാറിൽ തട്ടിത്തടഞ്ഞു ചിതറി മൃദു രോമങ്ങളിൽ ഇടറി പുക്കിൾക്കുഴിയൊരു തടാകമാക്കിയ പവിഴ മഴത്തുള്ളി പണ്ട് ശ്രീപാർവതിയെപ്പോലെ നിന്നെയും പുഷ്പിണിയാക്കി. ഈ പാട്ട് ഓർമ്മ വന്നോ? പനിനീർമഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരുന്നൊരഴകേ നനയുന്നത് കഞ്ചുകമോ സഖി നിന്നെ പൊതിയും യൗവനമോ. വയലാറിൻ്റെ ഭൂമിദേവി പുഷ്പിണി എന്ന സിനിമയിലൊരു പാട്ടായത്. ഞാൻ വയലാറിനെ കുറിച്ച് അപ്പോൾ ഈയിടെ വായിക്കുന്നത് അത്ഭുതകരമായ കാര്യങ്ങൾ ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു പാട്ട് നിങ്ങൾ കേട്ട് കാണും.
200 പൗർണമി ചന്ദ്രികകൾ, 200 പൊന്നരയന്നങ്ങൾ, കുളിരുമായി നിന്റെ കൗമാരത്തിൻ്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കി. പാട്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ആ പാട്ടിൽ എന്തുകൊണ്ടാണ് 200 പൗർണമി ചന്ദ്രികയായത്? 600 പൗർണമി ചന്ദ്രികകൾ എന്നായിക്കൂടെ? 700 പൗർണമി അവിടെ 600 700 വെറുതെ വെക്കാൻ പറ്റില്ലല്ലോ. കണക്കിനൊരു കണക്ക് വേണ്ടേ? പണ്ടേതോ പട്ടാള ഉദ്യോഗസ്ഥൻ സെൻസർഷിപ്പിൻ്റെ കാലത്ത്, യുദ്ധം ഉണ്ടായിരുന്ന കാലത്ത്, കാമുകിക്ക് പ്രണയപരവശനായിട്ടൊരു കത്തെഴുതി. കത്തിൻ്റെ അവസാനം പ്രണയം കൊണ്ട് പൊറുതിമുട്ടിയാൾ എഴുതി, ഓമനെ നിനക്ക് 1000 ചുടുചുംബനങ്ങൾ. ഈ സെൻസർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇങ്ങനെ വായിച്ചു നോക്കി. അയാൾ ഇതുപോലെ ഭാര്യയൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പോൾ പിന്നെ ഒരുത്തിന് മാത്രം 1000 ചുടുചുംബനങ്ങൾ. അത് വെട്ടിയിട്ട് 10,000 ചുടുചുംബനങ്ങൾ എന്നാക്കി. ഭാര്യ കത്ത് കിട്ടിയിട്ട് മറുപടി അയച്ചു, അങ്ങ് പ്രണയപൂർവ്വം അയച്ച 10,000 ചുടുചുംബനങ്ങളും ഞാൻ സ്വീകരിച്ചു. ഉടനെ ഭർത്താവ് ക്ഷുബ്ധനായിട്ട് മറുപടി, ഞാൻ 1000 ചുടുചുംബനങ്ങളെ അയച്ചിട്ടുള്ളൂ. നിനക്ക് 10,000 കിട്ടിയെങ്കിൽ അതിൽ ബാക്കി 9,000 ആരുടേതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹമോചനത്തിന് കേസ് കൊടുക്കുന്നു. അപ്പം ഈ കണക്ക് വെറുതെ ഉണ്ടാവില്ലല്ലോ. അപ്പം എന്തുകൊണ്ടാണ് 200 പൗർണമി ചന്ദ്രികകൾ? അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു കാര്യം, 84 വയസ്സായാൽ എത്ര 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണും? അപ്പോൾ 42 വയസ്സായാൽ എത്ര പൂർണ്ണചന്ദ്രന്മാരെ കാണും? 500 പൂർണ്ണചന്ദ്രന്മാരെ കാണും. അപ്പോൾ 250 പൂർണ്ണചന്ദ്രന്മാരെ കാണുമെങ്കിൽ എത്ര വയസ്സാവണം? 21. അപ്പോൾ 200 പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ 17 വയസ്സ് 18 വയസ്സിനിടയിലാണ്. 17കാരി എന്ന് അഭിസംബോധന ചെയ്യുന്നതിന് പകരമാണ് 200 പൗർണമി ചന്ദ്രികകൾ കുളിരുമായി നിന്റെ കൗമാരാണ് പ്രായം, കിളിവാതിൽ കിരുകിര തുറന്നു നോക്കി. ഞാൻ പറഞ്ഞു വരുന്നത് കവിത ഒരു തുടർച്ചയാണ്. പേരറിയാത്ത ആദ്യത്തെ നാടോടി കവി തൊട്ട് ഈ കുന്നും പുറത്തതാ ചൂട്ടുകാണുന്നു എന്നുള്ളത് വയലാർ പാട്ടിലാക്കിയിട്ടുണ്ട്. കുന്നും പുറത്തൊരു മിന്നലാട്ടം, കുഞ്ഞുണരമ്മേണി കുഞ്ഞുണര്, കുന്നത്തെ തേവരോ അമ്പിളി മാമനോ കുഞ്ഞിൻ്റച്ഛനോ ആരാരോ 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 ആരാരോ. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെയും പ്രഭാവർമ്മയുടെയും ഞങ്ങൾക്കതിലെ അവസാനത്തെ കണ്ണികളാണ്. താളത്തിലെഴുതുന്നതിൻ്റെ പേരിൽ ധാരാളം പുലഭ്യം കേൾക്കേണ്ടി വരുന്ന, വള്ളത്തോളിൻ്റെ സമകാലികരായ കവികളാണെന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ സുഗതകുമാരി ടീച്ചറുടെ പാതയാണ് പിന്തുടർന്നത്. താളം ഒരു സംസ്കൃതിയുടെ വാഹനമാണ്. ആ സംസ്കൃതി ആദ്യത്തെ കവി തൊട്ട് അവസാനത്തെ കവി നീണ്ടുകിടക്കുന്ന ഹൃദയസ്പന്ദനങ്ങളുടെ താളപ്പെരുക്കങ്ങളാണ്. ഹൃദയം സ്പന്ദിക്കുന്നിടത്തോളം കാലം ഈ താളം കാത്തു സൂക്ഷിച്ചേ മതിയാവും. ആ താളം ജീവിതത്തിൻ്റെ താളം, സ്വപ്നത്തിൻ്റെ താളം, നിലവിളിയുടെ താളം, കണ്ണീരിൻ്റെ താളം ഒക്കെ കവിതയിൽ കാത്തു സൂക്ഷിച്ച അവസാനത്തെ കവി ആയിരുന്നു. അതിനുശേഷം ചിലരൊക്കെ ഉണ്ടായെങ്കിലും ഞങ്ങളുടെ അമ്മ സുഗതകുമാരി ടീച്ചർ. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിർത്താനാണ് എനിക്ക് ബുദ്ധിമുട്ട്. എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ സൂര്യ ഫെസ്റ്റിവലിന് ബുദ്ധിമുട്ട് വരും, നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ടീച്ചർക്ക് വേണ്ടി, അമ്മയെപ്പോലെ ഗുരുവായി ഞാൻ കണക്കാക്കുന്ന ടീച്ചർക്ക് വേണ്ടി എൻ്റെ ഒരു കവിത, ഞാൻ കൃഷ്ണ കവിതകൾ കുറച്ച് എഴുതിയിട്ടുള്ളൂ, അതിലൊരു കവിതയുണ്ട്, അത് കൃഷ്ണകവിത ആവട്ടെ ടീച്ചർക്ക് എന്ന് കരുതി വൃന്ദാവന സാരംഗം എന്നൊരു കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. വൃന്ദാവന സാരംഗം. ഏകാന്തം ചില യാത്രകളിൽ ഞാൻ ഭൂമിയിലില്ല കാഴ്ചകൾ കണ്ടും, ആകാശങ്ങളിൽ പൂക്കളിറുത്തും കേൾക്കുവതുണ്ടൊരു ചന്ദന മൗനം. ഏകാന്തം ചില യാത്രകളിൽ ഞാൻ ഭൂമിയിലില്ല കാഴ്ചകൾ കണ്ടും, ആകാശങ്ങളിൽ പൂക്കളിറുത്തും കേൾക്കുവതുണ്ടൊരു ചന്ദന മൗനം. ഒഴുതീറൻ ശ്രാവണരാവിൻ ദിക്കറിയാത്ത കയങ്ങളിലെല്ലാം മുങ്ങി നിവർന്ന് കളിക്കുവതേതൊരു നന്ദകിശോരൻ ലീലാകൃഷ്ണൻ. ഞാനറിയാറുണ്ടവനെ പ്രണയപ്പാലകൾ പൂക്കും ധനുമാസത്തിൽ കൊയ്ത്തു കഴിഞ്ഞ നിലാവിൻ പാടത്താതിരയൂഞ്ഞാൽ പാട്ടാകുന്നവൻ. ആരുടെ കാലിക്കോലാം വേണുവിലാനന്ദാമൃത ജീവനരാഗം. പുല്ലിൽ പൂവിൽ പുഴയിൽ പൈക്കളിലാദിമജൈവ സമത്വ
ത്വം തീർത്തു ആ മധുരാകൃത ഹരി പ്രസാദം ചന്ദനമഴയായി പെയ്യും രാവിൽ ഞാൻ അലയുന്നേൻ മധുരാപുരിയിൽ ജന്മപുരാതന ജനി നളിനത്തിൽ കാദംബര ഋതുസന്ധ്യകൾ പാടും ശ്രീലവസന്തവനങ്ങളിൽ മേഘശ്യാമ കദംബ ഹൃദന്തർവനിയിൽ ബാംസുരിതൻ ഘനമൗന വിഷാദം കേൾപ്പേൻ ബാംസുരിതൻ ഘനമൗന വിഷാദം കേൾപ്പേനേകാന്തങ്ങളിലിന്നും ദ്വാപരമൗനമുറഞ്ഞ നിഷാദം കാളിന്ദീനദ ജലകേദാരം മീട്ടിയ വൃന്ദാവന സാരംഗം കേൾപ്പേൻ ഏകാന്തങ്ങളിലിന്നും ദ്വാപരമൗനമുറഞ്ഞ നിഷാദം കാളിന്ദീനദ ജലകേദാരം മീട്ടിയ വൃന്ദാവന സാരംഗം. സുഗതസ്മൃതികളിൽ പാടുന്ന ആ സ്നേഹത്തിൻ്റെ വൃന്ദാവന സാരംഗഗാഥകൾക്ക് നമസ്കാരം.